വിജിലൻസ് അന്വേഷണം എന്ത് വന്നാൽ എന്ത് എനിക്കെന്തെന്ന് ഞാൻ ചെയ്ത് അവനവൻ മുഖ്യമന്ത്രി പറഞ്ഞൊരു സംഭാഷണമുണ്ട് മോഹൻലാലിനോട്, അത് ശ്രദ്ധിക്കുക. അവനവൻ ചെയ്യാത്ത കുറ്റം ആരെക്കുറിച്ച് പറഞ്ഞാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ലോകത്ത് ഏത് അന്വേഷണം നമ്മൾ തയ്യാറില്ലയോ? എന്ത് CBI അന്വേഷണം വന്നാലും എനിക്കെന്ത്? ഞാൻ ആരുടെയും ആദ്യം അനധികൃതമായിട്ട് പണം ഉണ്ടാകില്ല. ഇനി പണത്തിൻ്റെ ആവശ്യമില്ല സുഹൃത്തേ. ഇതൊക്കെ ഞാൻ ലോൺ എടുത്ത് വാങ്ങിച്ച വണ്ടികളാണ്. ഇത് അടയ്ക്കുന്ന ഞാൻ തന്നെയാണ്. എൻ്റെ പൈസയാണ്. ഞാൻ ഇലക്ഷൻ വരുമ്പോൾ എൻ്റെ പൈസ മൊത്തം ഡിക്ലെയർ, ഞാൻ പിച്ചക്കാരനാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടാണ് നടക്കുന്നത്. എൻ്റെ കയ്യിലൊരു മോതിരവും പോക്കറ്റ് 10 രൂപയുള്ളതെന്ന് പറഞ്ഞ് ഡിക്ലറേഷൻ കൊടുക്കുന്ന ആളാണോ ഞാൻ? എൻ്റെ അപ്പൂപ്പൻ കോടീശ്വരനായിരുന്നു. ഞാൻ കോടീശ്വരനൊന്നും അല്ലെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കുന്നതാണ് ഞാൻ. എന്നെ ആരും പറയത്തില്ല ആരുടെയും പൈസ വെച്ചെന്നോ ഏതെങ്കിലും ഒരാൾ എന്നെ വന്ന് കണ്ടെന്നോ പറയാം. ഒരാളെ ഞാൻ എൻ്റെ മന്ത്രിയായ സമയത്ത് ഒരൊറ്റ കമ്പനിക്കാരോ ഒരാളെന്നോട് കണ്ടില്ല. ഇവിടെ ഇത്രയധികം ബസ്സുകളിവിടെ വാരിക്കൂട്ടി. ഒരു കമ്പനിക്കാരനെ എന്നെ നേരിട്ട് കണ്ടു. അവരെ പൈസ കിട്ടുന്നില്ലെന്ന് എനിക്ക് പരാതി പറയാൻ വരാറുണ്ട്. അല്ലാതെ ഒരാളും എന്നെ കാണില്ല. ഗണേഷ് കുമാറിന് ആരുടെയും പൈസ വേണ്ട. എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വക ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. പൈസ കണ്ട് വളർന്നവനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് കാറില്ല. ഞാൻ ബെൻസ് കാറിലാണ് പോയിരുന്നത്.